ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ചോർച്ച അഴിമതിക്കാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി വെള്ളിയാഴ്ച നരിപ്പറമ്പിൽ വെച്ച് സമരാരവം എന്ന പേരിൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ചോർച്ച വരാൻ കാരണമായത് നിർമ്മാണ സമയത്ത് നടന്ന വൻ അഴിമതിയാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഷീറ്റ് പൈലിംഗ് പുനർനിർമ്മാണത്തിനായി ഡൽഹി IIT ഉദ്യോഗസ്ഥർ നൽകിയ പദ്ധതികൾ പൊളിച്ചെഴുതി സർക്കാർ ഉത്തരവോ പഠന റിപ്പോർട്ടുകളോ ഇല്ലാതെ നിലവാരം കുറഞ്ഞ ഷീറ്റുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ജനപ്രതിനിധികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെയുള്ള കണ്ണിച്ചേർന്ന വൻ അഴിമതിയാണ് അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റിംഗിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അഴിമതിയുടെ സംഖ്യ എന്നതിനേക്കാൾ അപ്പുറം ഈ അഴിമതിയിൽ പങ്കാളിത്തം വഹിച്ചത് ആരൊക്കെയാണെന്നുള്ളത് വലിയ വിഷയമാണ്. ഇപ്പോൾ എങ്ങനെയാണിത് മാറിയെന്ന് ചോദിച്ചാൽ, കൃഷ്ണൻകുട്ടി അന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയാകുന്ന സമയത്ത് അന്നത്തെ അവിടുത്തെ ജനപ്രതിനിധി കൂടിയായ തവനൂർ മണ്ഡലത്തിലെ ജനപ്രതിനിധി കൂടിയായ KT ജലീലാണ് കത്തയക്കുന്നത്. ആ കത്തിലൂടെ പറയുന്നത് ഇത് വിദേശത്ത് നിന്ന് ഈ സാധനം ഇറക്കാൻ ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് ഇത് ഇറക്കാനുള്ള അനുമതി വേണമെന്നാണ് പറയുന്നത്. ചൈനയിൽ നിന്ന് നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തവനൂർ MLA ആയ KT ജലീൽ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് അന്നയച്ച കത്ത് മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ ഈ അഴിമതിയുടെ ആഴം നമുക്ക് ബോധ്യപ്പെടും. ജനപ്രതിനിധികൾക്കടക്കം പങ്കുള്ള ഈ അഴിമതി ഒരു സ്വതന്ത്ര അന്വേഷണ സംഘം അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തുകയും അവർക്ക് അർഹമായ ശിക്ഷ നൽകുകയും വേണം. പദ്ധതി നടത്തിപ്പിൽ നടന്ന കെടുകാര്യസ്ഥതയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ചമ്രവട്ടം പാലത്തിൽ നിന്ന് തുടങ്ങുന്ന പരിപാടി നരിപ്പറമ്പങ്ങാടിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടി അവസാനിക്കും. വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ മുനീബ് കാരക്കുന്ന്, നസീറ ബാനു, ഇബ്രാഹിംകുട്ടി മംഗലം, ഹസീന വഹാബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.